നല്ല വേദന ഉണ്ടോ? ഹസ്നന്റെ മോളുടെ പേരെന്താ? ഫാത്തിമ ഹസ്നയോ? മോളെ കാണണ്ടേ? നമുക്ക് മോളുടെ അടുത്ത് ഒരു കൊല്ലായോ മോളെ കണ്ടിട്ട്? മോളെ എടുത്തിട്ട് 1 വർഷമായോ? മോളെ എടുക്കണ്ടേ നമുക്ക്? വേഗം അസുഖമൊക്കെ മാറും കേട്ടോ. മോളുടെ തലന്റെ ആ സൈഡ് കാണിച്ചേ, ഇങ്ങനെ ചെരിഞ്ഞ് നോക്കട്ടെ. ഫിറോസ് കുന്നംപറമ്പിലാണ്. വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും സഹായിക്കണം. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. മലപ്പുറം ജില്ലയിലെ പൊന്മള മാണൂരിലുള്ള ഹുസ്ന നസറിൻ എന്ന 24 വയസ്സുള്ള ഒരു സഹോദരിയുടെ അവസ്ഥയാണ്. ഞങ്ങൾക്കുണ്ടല്ലോ, ഞാനുണ്ടല്ലോ, ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ ജീവിച്ചിരിക്കണോട് അവർക്ക് ഒരു മത്സരണ്ടാ എല്ലാത്തിനുണ്ട്. ഇത് വരാറുണ്ടാവും, എല്ലാத்தைയും വരാം. പഠിച്ചവനല്ലേ വലുത്. ഞാനിപ്പോ ഉള്ളത് എറണാകുളത്തെ ലിസി ഹോസ്പിറ്റലിലാണ്. 24 വയസ്സുകാരിയായ ഹുസ്ന എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സഹോദരി സഹിക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയാ, കണ്ടു നിൽക്കാൻ പോലും കഴിയാത്തൊരു കാഴ്ചയാണ്. പക്ഷേ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ മകളുമായിട്ട്, ഈ ഒരു സഹോദരിയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ട് ശരീരം മൊത്തം ഈ ഒരു അവസ്ഥയിലായിട്ട് ഈ ബെഡിൽ കിടക്കുമ്പോൾ ഈ മകളെ രക്ഷിക്കാൻ 30 ലക്ഷം രൂപയാണ് ഇനി വേണ്ടത്. കാരണം ഓരോ ട്യൂമർ സർജറി ചെയ്ത് കഴിയുമ്പോഴും വീണ്ടും വീണ്ടും തലയ്ക്കകത്ത് ആ കുമളകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇനി ഒരു നിവൃത്തിയില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഇനി ചെയ്യാനുള്ളത് ഈ കുട്ടിക്ക് ഇനി ഒരു കീമോ ചെയ്യുകയും, അതായത് ഇനി ഈ കുമളകൾ വരാതിരിക്കാനുള്ള ഒരു കീമോ ചെയ്യുകയും അതിനുശേഷം അടുത്ത സർജറി ചെയ്യണമെങ്കിൽ അത് ഇവിടെ എവിടെയും നടക്കില്ല. ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പോകണം. 30 ലക്ഷം രൂപയാണ് അതിനു വേണ്ടി കൊടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ്. ഈ 30 ലക്ഷം രൂപ ഉണ്ടാക്കാൻ യാതൊരു നിവൃത്തിയില്ല. കാരണം ഈ ഹുസ്ന എന്ന് പറയുന്ന സഹോദരിക്ക് 3 വയസ്സുള്ള ഒരു കുട്ടിയാണുള്ളത്. ഇവളുടെ ഭർത്താവാണെങ്കിൽ ദുബായിലെ ഒരു കടയിൽ ജോലി ചെയ്യുക, ഒരു പാവപ്പെട്ട ഒരു പ്രവാസി. ഇവളുടെ വാപ്പയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാ. ഈ കുടുംബത്തിന് ഒരിക്കലും ഈ മകളെ രക്ഷിക്കാൻ സാധിക്കില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പൊന്മള വലിയ ജുമാഅത്ത് പള്ളി ഖത്തീബും മുദരിസുമായ വ്യക്തിയാണ് ഞാൻ. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായതുകൊണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുകയും സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് സത്യവിശ്വാസികളായ ആളുകളുടെ സഹായമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ പാതിരാ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയത്. എല്ലാവരും അവരെ സഹായിച്ച് ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് കുട്ടിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പ്രത്യേകമായി ദീൻ ഇസ്ലാമിന്റെ പേരിൽ ഓർമ്മപ്പെടുത്തുന്നു, അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് PC മൊയ്തീൻ, ഹുസ്ന നസറിൻ എന്ന കുട്ടിയുടെ ചികിത്സാ കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഈ പൊന്മളയിൽ താമസിക്കുന്ന മൊയ്തീൻ എന്ന ആളുടെ മകളാണ് ഹുസ്ന നസറിൻ. മൊയ്തീൻ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്ത് വരുന്നതാണ്. ഹുസ്ന നസറിന് കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് ബ്രെയിൻ ട്യൂമർ വന്ന് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. 35 ലക്ഷം രൂപയോളം കുടുംബങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ കിട്ടി. 7ഓളം സർജറി ചെയ്തിട്ടും ചികിത്സ ഭേദമാവാത്ത സ്ഥിതിയിലാണുള്ളത്. ഇപ്പോൾ ഡോക്ടർമാർ ചെന്നൈയിലുള്ള അപ്പോളോ ആശുപത്രിയിൽ പോയി സർജറി ചെയ്താൽ ഭേദമാവുമെന്ന് ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആയതിന് സുമാർ 30 ലക്ഷം രൂപയോളം ചെലവ് വരും. ആ ഫണ്ട് സ്വരൂപിക്കുന്നതിന് ഈ പാതിരാത്രിയില് ഈ മനുഷ്യരൊക്കെ നിങ്ങളുടെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ അഭ്യർത്ഥന നടത്തുന്നത് ഈ സഹോദരിയെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. വാപ്പാന്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും പേടിഎം ഒക്കെ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഒരു പ്രവാസിയായിട്ടുള്ള ഒരു സഹോദരന്റെ ഭാര്യയാണ് ഹുസ്ന. അദ്ദേഹം വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം അദ്ദേഹം ഗൾഫിലേക്ക് പോയി. അവിടുന്ന് പിന്നെ കേൾക്കുന്നത് ഭാര്യയ്ക്ക് മാരകമായ ഈ ഒരു അസുഖം ഉണ്ട് എന്ന. സമ്പാദിക്കുന്ന പണം മുഴുവൻ ഈ ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടും ഇനിയും വലിയൊരു തുക ഈ സർജറിക്ക് വേണ്ടി മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഈ അക്കൗണ്ടിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.